ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ നടുവിൽ ഒരിക്കൽ കൂടി എൻ്റെ ടൈമിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവ്വകൃപാലുവായി ദൈവം സഹായിച്ചുവല്ലോ. വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ദൈവിക വചന ശുശ്രൂഷയിലേക്ക് ഏതാനും മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി എല്ലാവരെയും എൻ്റെ ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നാൽ ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. നമുക്കറിയാം, ദൈവിക വാഗ്ദത്തം പ്രാപിച്ച ശേഷം പത്രോസ് യോഹന്നാനും സുന്ദരം എന്ന ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, അകത്ത് കടക്കാൻ കഴിയാത്ത ഒരുവൻ, ആലയത്തിൻ്റെ പുറത്തിരുന്ന് പിച്ചയായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ പത്രോസ് യോഹന്നാനും കണ്ടു. എന്ന് പറഞ്ഞാൽ ആത്മീയ സാന്നിധ്യം അല്ലെങ്കിൽ ആലയത്തിൻ്റെ മഹത്വം അറിയുവാൻ കഴിയാതെ പുറത്തിരുന്നതായ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഈ പുറത്തിരിക്കുന്നവരുടെ പ്രത്യേകത എന്നത്, ആലയത്തിനകത്ത് എന്നാൽ അതിൻ്റെ മഹത്വമുണ്ട്. ഞാനിത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടവർ, ആ ആലയത്തിൻ്റെ മഹത്വം, ദൈവസാന്നിധ്യം ഇറങ്ങുന്നതിൻ്റെ മഹത്വം കാണുവാൻ ആരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണുന്നു, ആലയത്തിനകത്തു കയറാൻ പറ്റുന്നില്ല. കാരണം ഇവനെ കൊണ്ട് 4 പേര് കൂടി ചുമന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കുറച്ച് പേര് കൂടി ഇവനെ കൊണ്ടുവയ്ക്കുന്ന പതിവാണ്. കാരണം അമ്മയുടെ ഉദരം മുതലേ ഇവൻ എന്ത് ചെയ്യാൻ നടക്കാൻ പറ്റത്തില്ല, സ്വാധീനമില്ലാത്തവൻ, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, കഴിഞ്ഞ നാളുവരെ നിൻ്റെ ജീവിതത്തിനകത്ത് മഹത്വം കാണുവാൻ നീ മഹത്വത്തിൻ്റെ അകത്തായിരിക്കാം, മഹത്വം വെളിപ്പെടുന്നതിൻ്റെ അടുത്തായിരിക്കാം നീ ഇരിക്കുന്നത്. പക്ഷേ നിൻ്റെ ജീവിതത്തിനകത്ത് മഹത്വം എന്ത് ചെയ്യുക, ജീവിതത്തിനകത്ത് പ്രാപിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ നീ ഒറ്റപ്പെട്ടവരായി മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്രയം തേടി ഇരിക്കുന്ന വ്യക്തിയാണോ നീ? ജീവിതത്തിനകത്ത് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പത്രോസ് യോഹന്നാനും ഈ ഒരു മുടന്തൻ്റെ അടുക്കൽ എത്തിയതുപോലെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നാളുകളായി കിടക്കയിലായിരിക്കുന്നവർ, നാളുകളായി അത് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ തകർന്നു പോയവർ, എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോയവർ, എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടു പോയവർ, മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കുന്നവർ ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, പത്രോസ് അവരുടെ മുമ്പിൽ എന്നിട്ട് പറയുക, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, ഇതുവരെ നോക്കിയിട്ടില്ലാത്ത, ഇതുവരെ നോക്കിയിട്ടില്ല ഒരു നോട്ടം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നീ ഇതുവരെ ഒരുപാട് പ്രാവശ്യം വചനം കേട്ടിട്ടുണ്ടാകാം, എന്നാൽ ദൈവാത്മാവ് പറഞ്ഞു, എന്നെ ഒന്ന് നോക്കിക്കേ. ദൈവാത്മാവ് പറയുന്നു, പത്രോസും യോഹന്നാനും പറഞ്ഞു, ഞങ്ങളെ ഒന്ന് നോക്കിക്കേ, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾക്ക് തരാനുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ നീ വിശ്വസിച്ച് ആമേൻ പറയാൻ റെഡിയാണെങ്കിൽ, അത് വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്ക് തരാനുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. അതുവരെ ദേവാലയത്തിനകത്ത് കടക്കാൻ കഴിയാത്തവൻ, ദേവാലയത്തിന് പുറത്തു നിന്നവൻ, ദൈവാത്മാവ് പറയുന്നു, പത്രോസ് യോഹന്നാനും അവരുടെ മുമ്പിൽ എത്തിയോ, അവൻ്റെ മുമ്പിൽ എപ്പോഴാണോ പത്രോസ് യോഹന്നാനും എത്തിയത്, ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ കേൾക്കാൻ റെഡിയായ എൻ്റെ ഒരു അനുഭവം പറയാം. ജീവിതത്തിൽ എപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടോ, ഏത് സമയം എന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ടോ, ആ സമയത്തൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് ഭയങ്കര വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ
സമയത്ത് ഞാൻ നിരാശപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ അപ്പൻ്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ഞാൻ അവൻ്റെ പ്രസൻസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയം ഈ ഒരു മൂടന്തനെ എഴുന്നേൽപ്പിച്ചതുപോലെ ആത്മാവ് വിളിച്ചു പറയുന്നു, ചിലരെ ഇന്ന് ഈ സമയം ഈ സെക്കൻഡിനകത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഏത് മേഖലയ്ക്കകത്താണ് നീ കുടുങ്ങിപ്പോയത്, ഏത് മേഖലയ്ക്കകത്താണ് നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്, ഏത് മേഖലയ്ക്കകത്താണ് നിനക്ക് പുറത്തു വരാൻ കഴിയാത്തത്, അകത്തളത്തെ മഹത്വം വെളിപ്പെടുത്തുവാൻ, മഹത്വത്തെ കാണുവാൻ കഴിയാത്തത് എവിടെയാ? ദൈവാത്മാ പറയുന്നു, ഇന്ന് ഈ സമയം വിശ്വസിക്കാമോ? വിശ്വസിച്ചാമേ പറയാൻ റെഡിയാണെങ്കിൽ ദൈവാത്മാ പറയുന്നു, നിന്നെ തൊടുന്ന പകല. സ്വർഗപിതാവേ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം. ജനത്തിൻ്റെ മേലൊരു മഹത്വം വെളിപ്പെടട്ടെ. അത്ഭുതകരമായ ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ റൈറ്റ് നൗ സംഭവിക്കട്ടെ. അത്ഭുതം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.